ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട് കിച്ചണിൽ വന്നപ്പോൾ. ചെന്ന പാടെ തന്നെ ഞാൻ വേഗം കട്ട്ലേറ്റിനുള്ള സംഭവങ്ങൾ വേഗം ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ബീഫും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാനുണ്ട്, സാധാ വേവിക്കണ പോലെ. അങ്ങനെ അതവിടെ ചെയ്യാണ്. പിന്നെ അപ്പുറത്ത് നമ്മൾ ചിക്കൻ വേഗം ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ഇടിയപ്പമാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ വേഗം പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് വറുത്ത് കോരി മാറ്റി അടുത്ത സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സമയം ഉണ്ടായില്ല ഗൈസ്. 3 മണിക്ക് കിച്ചണിൽ കയറിയെങ്കിലും സമയം പെട്ടെന്ന് പോകുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യാനുള്ള സമയമില്ല. നേരത്തെയൊക്കെ നമ്മൾ കട്ട്ലറ്റിന് സെറ്റാക്കി വയ്ക്കാറുണ്ടെങ്കിൽ നമുക്ക് ആ ടൈം കുറച്ചുകൂടി കിട്ടിയേനെ. പക്ഷേ അതൊക്കെ എല്ലാം ആ ടൈമിൽ തന്നെ ചെയ്തുകൊണ്ട് ഒട്ടും സമയം ഉണ്ടായില്ല. പിന്നെ അതാ നമ്മൾ സവാള സാധനങ്ങളൊക്കെ റെഡിയാക്കി അരിഞ്ഞൊക്കെ വെച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം തന്നെ ചിക്കൻ കറി അടുപ്പത്തിടാന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറിക്ക് ആ ചിക്കൻ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ വേഗം തന്നെ ചിക്കൻ കറി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ബീഫ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ട് സ്മാഷ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ചിക്കൻ എടുത്ത് ശരിക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കട്ട്ലൈറ്റിനുള്ളതൊക്കെ വേഗം മിക്സാക്കി അതൊന്നും കാണിക്കാൻ സമയം കിട്ടില്ല ഗൈസ്. സമയം ഉണ്ടായില്ല അത്ര തന്നെ, അതാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ വാട്ടർ മെലൺ എടുത്തിട്ട് ശരിക്കും ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മുഹബത്ത് ക സർബത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മിച്ച് തരി കാച്ചിയതാണ് ഞാൻ നേരത്തെ കാണിക്കുന്നത്. അങ്ങനെ തരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്ക് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഉമ്മിച്ച് അപ്പുറത്ത് നിന്ന് ഇടിയപ്പം ശരിയാക്കുകയാണ്. ഞാൻ വേഗം തന്നെ നമ്മുടെ കട്ട്ലൈറ്റൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോഴേക്ക് തന്നെ ഏകദേശം 6 മണിയായി. അത് കഴിഞ്ഞ് അപ്പോഴേക്ക് 6:15. പിന്നെ ഞാൻ വേഗം എല്ലാം എടുത്ത് സർവ് ചെയ്ത് വെക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കും ഗൈസ്. അങ്ങനെ നമ്മളതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് സെർവ് ചെയ്ത് നമ്മളൊക്കെ ടേബിളിലേക്ക് വെക്കാണ്. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ്ട് അങ്ങനെ ബാങ്കൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ വേഗം തന്നെ ബാങ്ക് കൊടുത്തു. പിന്നെ അങ്ങനെ എല്ലാവരും നോമ്പ് തുറന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ.